വഖഫ് നിയമത്തിന്റെ പേരിൽ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയും പ്രദേശത്തെ 600 കുടുംബങ്ങളെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മുനമ്പം ജനതയെ കബളിപ്പിക്കാൻ കേരളത്തിലെ LDFും UDFും മത്സരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. മുനമ്പം ജനതയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് ഏകകണ്ഠമായ പ്രമേയം പാസാക്കാൻ പ്രതിപക്ഷം സർക്കാരിനോട് ആവശ്യപ്പെടാൻ ആർജവം കാട്ടണമെന്നും സജി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒന്നിച്ച് കൈകോർത്ത ഇന്ത്യ മുന്നണിയെ ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുനമ്പം സമരപ്പന്തലിൽ കറുത്ത വസ്ത്രം ധരിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന ഭാരവാഹികൾ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് ആമ്പലാറ്റിൽ, ലൗജിൻ മാളിയേക്കൽ, സുമേഷ് നായർ, LR വിനയചന്ദ്രൻ, ഗണേഷ് ഏറ്റുമാനൂർ, ഉണ്ണി ബാലകൃഷ്ണൻ, വിനോദ് VG, ബിജു മാധവൻ, രാജേഷ് ഉമ്മൻകോശി, അഡ്വക്കേറ്റ് മഞ്ജു K നായർ, ജോഷി കൈതവളപ്പിൽ, ജേക്കബ് മേലടത്ത്, മാർട്ടിൻ മേനച്ചേരിയിൽ, രമ പോത്തങ്കോട്, സന്തോഷ് മൂക്കിലിക്കാട്ട്, CP ബാലകൃഷ്ണൻ, KG ഔസേപ്പച്ചൻ, സന്തോഷ് VK, പുതൂർക്കോണം സുരേഷ്, ഹരി ഇറയങ്കോട്, ജോർജ് ഗ്രേറ്റർ, ജോർജ് CJ എന്നിവർ പ്രസംഗിച്ചു. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ബെന്നി, SNDPയുടെ പ്രിയപ്പെട്ട നേതാവ് ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇന്ന് സമരമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സമരസമിതിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, സംഘത്തപടന്മാരെ, കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഇത്തരത്തിലൊരു കിരാത നിയമമുണ്ട് എന്ന് നമ്മളൊക്കെ സത്യത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ദീപിക പത്രം ഇവിടെ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത്. നേരത്തെ വഖഫ് ബോർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ബോർഡ്, അത് ആരെയും ബാധിക്കുന്നതല്ല എന്നെല്ലാവരും കരുതി. പക്ഷേ അതിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ, അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത് ഞെട്ടിക്കുന്നതാണ് ഈ നിയമമെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായി. അപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഈ മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ കാലാകാലങ്ങളായി അല്ലെങ്കിൽ ഇവർ വില കൊടുത്ത് വാങ്ങിയ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത സ്ഥലം, ആ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് ആധാരം ചെയ്ത് വാങ്ങിയ വസ്തുവിൽ നിന്നും, കരമടയ്ക്കുന്ന വസ്തുവിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുവാൻ ഈ കരി നിയമം ഇന്ത്യ മഹാരാജ്യം നടപ്പിലാക്കിയ ആളുകൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഈ കരി നിയമം പിൻവലിച്ചേ മതിയാവൂ. അതിനുവേണ്ടിയാണ് ഇന്ന് ഇവിടെ മുനമ്പത്തെ ജനങ്ങൾ നിരാഹാരം ഇരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് പറയും ഞങ്ങൾ മുനമ്പം നിവാസികളെ സംരക്ഷിക്കും. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പറയും മുനമ്പം നിവാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെയല്ല. മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സമരസമിതിക്കാർ വഖഫ് ബോർഡിന് മുമ്പിൽ ചെന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാം, പാട്ടമടച്ച് താമസിക്കാമെന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് അംഗീകരിക്കാനാവില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു 20-ാം തീയതി കഴിയുമ്പോൾ പരിഹാരമുണ്ടാക്കും. അവർ പറയുന്നത് ഇവിടുത്തെ ആളുകളെ എല്ലാം കുടിയിറക്കി വേറെ സ്ഥലത്തേക്ക് മാറ്റാമെന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു മുനമ്പം നിവാസികളെ ഞങ്ങൾ സംരക്ഷിക്കും. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പറയുന്നു. എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും UDFിനോടും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോട് പറയുവാനുള്ളത്, നിങ്ങൾ ഒന്നിച്ച് കൈകോർത്തു. എന്തിനു വേണ്ടി? കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി അത് പാസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് കൈകോർത്തവരോട് ഇവിടുത്തെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രമേയം കേരള നിയമസഭയിൽ പാസ്സാക്കൂ. എന്താ പ്രമേയം? മുനമ്പത്തെ ജനങ്ങളുടെ താമസിക്കുന്ന ഭൂമി ഇത് വഖഫിന് അർഹതപ്പെട്ടതല്ല, വഖഫ് ഭൂമിയല്ല എന്ന് ഒരു പ്രമേയം പാസ്സാക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഈ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കും, അല്ലെങ്കിൽ മുനമ്പംകാർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കാം. ഇത് വിശ്വസിക്കാവുന്ന കാര്യമില്ല. കഴിഞ്ഞ ദിവസം UDFിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം മതമേലധ്യക്ഷന്മാരെ കണ്ടു. എന്തിനു വേണ്ടി? ഇന്നലെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി, ഇന്നലെ ഇലക്ഷന് വേണ്ടിയുള്ള ഗിമ്മിക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ഇവിടെ കുടിയിറക്ക് ഭീഷണി തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാതാപിതാക്കന്മാർ വില കൊടുത്തു വാങ്ങിച്ച ഭൂമിയിൽ അവിടെ ഇന്ന് കരമടച്ച് താമസിച്ച നമുക്ക് ഇന്ന് പാട്ടത്തിന് താമസിക്കേണ്ട ഗതികേടുണ്ടാക്കിയ ഭരണകൂടങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും. ഈ കരി നിയമം ഇവിടെ പിൻവലിക്കുന്നതുവരെ മുനമ്പം നിവാസികൾക്കൊപ്പം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ സമരം ഇവിടെ ആരംഭിച്ചപ്പോൾ 4-ാം ദിവസം തന്നെ ഞാനിവിടെ കടന്നു വന്നു. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. വന്ന് ഇവിടുത്തെ ആളുകളുമായി അച്ഛനുമായി സംസാരിച്ചപ്പോൾ ആണ് ഇതിന്റെ കാര്യങ്ങൾ ഭീകരമായ അവസ്ഥ നമുക്ക് മനസ്സിലായത്. ഇപ്പോഴാണ് ജനങ്ങൾ ഇത് അറിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരള നിയമസഭയിൽ അല്ലെങ്കിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൈപൊക്കിയവർ ഇവിടെ വന്ന് ജനങ്ങളെ കബളിപ്പിക്കാനായി വരുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ജനപ്രതിനിധികൾ അവർ പറയുന്നത്, MP എന്താ പറയുന്നത്, നിങ്ങളെ കുടിയിറക്കില്ല എന്ന് പറഞ്ഞാൽ ഔദാര്യം തരുന്നത് പോലെ. ഇവിടുത്തെ MLA എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിപ്പോകേണ്ടി വരില്ല. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരുന്നില്ലെന്നല്ല, ഈ വസ്തുവിനെ കരമടയ്ക്കുവാനും ഈ വസ്തു ക്രയവിക്രയം ചെയ്യുവാനുള്ള നമ്മുടെ അവകാശം അത് പുനഃസ്ഥാപിച്ചു കിട്ടണം. അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഏതറ്റം വരെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. ആ സമരത്തോടൊപ്പം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കണം. ഞങ്ങൾ ഇന്ന് NDAയുടെ ഘടകകക്ഷിയാണ്. നമുക്കറിയാം, ഇന്ത്യ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണം നടക്കുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ പറഞ്ഞ വഖഫ് നിയമം ഞങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് ആർജവത്തോടു കൂടി പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് കരുത്തുറ്റ പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് സമരമനുഷ്ഠിക്കുന്ന എല്ലാ സമരഭടന്മാർക്കും ഒരിക്കൽ കൂടി